5000 രൂപ കൊടുത്ത് ഈ YSL-Y EDP മേടിക്കണോ? അത് 1600 രൂപയുടെ നമ്മുടെ ഒഡീസി മെഗാമൻ മേടിക്കണം. ഇത് ഇതിന്റെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ആൾട്ടർനേറ്റീവ് ആണ്. ഈ പെർഫ്യൂമിനെ കുറിച്ച് കുറെ ആൾക്കാർ ഞങ്ങളുടെ അടുത്ത് ചോദിക്കാറുണ്ട്. മാത്രമല്ല നമ്മൾ അത്യാവശ്യം യൂസ് ചെയ്തതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഈ ഒരു റിവ്യൂ പറയാൻ വരുന്നത്. ഇതൊരു YSL വെച്ച് ഇതൊരു 90% വളരെ സിമിലർ ആണ്. ഇതിന്റെ ഒരു ലൈറ്റ് വേർഷൻ ആയിട്ട് അത് നമുക്ക് തോന്നിയിട്ടുണ്ട്. ഈ YSL അത്രയും കോംപ്ലിമെന്റ്സ് കിട്ടിയില്ല, പക്ഷെ ഇതിന് അതിനൊക്കെ കൂടുതൽ കോംപ്ലിമെന്റ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓഫീസ് അങ്ങനത്തെ വർക്ക്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ക്ലീൻ കിഡിലൻ സെന്റ് ആണിത്. നമുക്ക് ഒരിക്കലും ഇപ്പൊ എത്ര അടിച്ചിട്ട് പോയാലും ഇത് ഓവർ പവറിംഗ് ആവുമെന്നുള്ള ഒരു സംശയം വേണ്ട. ഇത് അത്യാവശ്യം സോപ്പിയറും അതുപോലെ തന്നെ അത്യാവശ്യം ഒരു ലൈറ്റ് ഫ്രൂട്ട് കൈൻഡ് ഓഫ് സ്മെൽ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ഇത് നോക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ലൈറ്റർ ആണ്, കുറച്ചും കൂടെ ഫ്രൂട്ടി എലമെന്റ് ഇതിനകത്ത് കുറച്ച് കൂടുതലായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയേക്കണേ. പക്ഷെ ബഡ്ജറ്റ് വൈസ് നോക്കുമ്പോൾ എന്താ പറയണ ഏറ്റവും പെർഫെക്റ്റ് ഓപ്ഷൻ ആയിട്ട് തോന്നിയേക്കണേ ഇതാണ്. ആസ് എ ഫ്രഷ് ഫ്രാഗ്രൻസ് ഒരു ഡീസെന്റ് ആയിട്ട് പെർഫോമൻസ് തരുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ ഒരു ലൗഡ് പ്രൊജക്ഷൻ ഒക്കെ നോക്കുന്ന പെർഫ്യൂം ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറ്റുന്ന പെർഫ്യൂം ആയിരിക്കില്ല മിക്കവാറും. പക്ഷെ നിങ്ങൾ ഏറ്റവും കാര്യം ചിന്തിക്കണേ എന്തുകൊണ്ടാണ് ഈ പെർഫ്യൂം ഇത്ര പെർഫോമൻസ് ഇല്ലെങ്കിലും ഇത്രയും ആൾക്കാർ ഇത്രയും ഫേമസ് ആവാൻ കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ സെന്റ് പ്രൊഫൈലാണ്. അത്രയ്ക്ക് കിടിലൻ നല്ലൊരു പ്ലസന്റ് വൈബ് തന്നെ ഒരു ടൈപ്പ് ഓഫ് സെന്റ് പ്രൊഫൈലാണ്. ജസ്റ്റ് ക്ലീൻ സോപ്പി ജസ്റ്റ് ഒരു ലൈറ്റ് ഫ്രൂട്ടി കൈൻഡ് ഓഫ് ഒരു നല്ലൊരു കിഡിൽ സെന്റ് പ്രൊഫൈലാണ്.